നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ മനസ്സിലിപ്പോ എന്താണെങ്കിലും ശാന്തപ്പനോട് പറഞ്ഞാ പോരെ. അവരിപ്പോ അന്യരൊന്നും അല്ലല്ലോ. കരയോഗത്തിലെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാവുമെങ്കിൽ ധൈര്യമായിട്ട് പറ. നിശ്ചയം ക്യാൻസൽ ചെയ്യാൻ ആകാശം ചാരവും വാദിക്കും. അതിനെ എതിർക്കാൻ നമ്മുടെ ഭാഗത്ത് ആള് വേണം. കല്യാണം നടന്നേ തീരുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണം. ബഹളമല്ല മോളെ, ആകാശിനെയും ബാലമാഷിനെയും തൂക്കി പുറത്തിടും. എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിന്റെ പേര് നിശ്ചയം ക്യാൻസൽ ആവാൻ പാടില്ല. ക്യാൻസൽ ആവില്ല മോളെ. നോട്ടെറിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും. അതെ, കുഞ്ഞുമോള് പറഞ്ഞ കറക്റ്റാ. ഇത് 25,000 ഉണ്ട്. അയ്യോ, കാശ് ആര് ചോദിച്ചു? എനിക്ക് അച്ഛന്റെ സ്ഥാനം തന്നില്ലേ, അത് മതി. അതല്ല അങ്കിൾ, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് കൊടുക്കണ്ടേ? അതൊക്കെ ഞങ്ങൾ കൊടുത്തോളാം. കുറച്ച് കാശ് കൈ വരുമ്പോ അതിനും പാര വയ്ക്കുന്നോടി കുഞ്ഞോളെ. ഞങ്ങള് കൊടുക്കാൻ കാശ് എവിടാടി? നിന്റെ അപ്പം കൊണ്ട് വച്ചേക്കുന്നു. അങ്കിൾ ഒന്നും ആലോചിക്കണ്ട, വാങ്ങിച്ചോ. നോക്ക്, നിർബന്ധമാണെങ്കിൽ ഓക്കെ, ഞാൻ വാങ്ങാം. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അച്ഛാ. ഓ, കരയോൻ കമ്മിറ്റിയിലെ മാഷിന്റെ സിൽബന്തികളുടെ തൊലിയൊരു വിടും ഞാൻ. മോള് കണ്ടോ? അത് പോര മനുഷ്യ. അരവിന്ദിന്റെയും ശ്രേയമോളുടെയും കല്യാണം നടത്തണമെന്ന് പറയിപ്പിക്കണം. എടി, അതും കൂടെ വരുവച്ചാ ഞാൻ പറഞ്ഞത്. അരവിന്ദ് മോളുടെ കഴുത്തി താലി കെട്ടും. ഇതേ മോളുടെ പുതിയ അച്ഛന്റെ വാക്കാ. ഓക്കെ, ഞാൻ പോട്ടെ. ശരി എന്റെ പുതിയ മോളെ, കൂടെ ഞാനുണ്ട്. കുഞ്ഞോളെ, ഇത് കണ്ടോടി, രൂപ 25,000. ശരിയാണല്ലോ, 25,000. ഡിഡി കുഞ്ഞോളെ, ഒരു 500 തന്നിട്ട് പടി. ഇടി കുഞ്ഞോളെ, സത്യ നിശ്ചയം നടത്തിയതാ. ഇപ്പൊ പറയുന്ന പറ്റിപ്പാണ് ചെക്കന് വേറെ പെണ്ണാലോചിക്കണോന്ന്. സെക്രട്ടറി പറ, ഇത് ശരിയാണോ? ശാന്തപേട്ട, നിങ്ങൾ കരയോത്തോട്ട് വാ, ഞാനില്ലേ അവിടെ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ആണോ സത്യ? അത് കഴിഞ്ഞ് നമുക്കൊന്ന് കൂടണം. കള്ളു കുടിച്ച് എഴഞ്ഞു വേണം വീട്ടിലോട്ട് പോവാൻ. ഓക്കെ. എന്നാ ഓക്കെ സത്യ. മാഷ് പറയുന്ന കാര്യങ്ങൾ കേട്ട് അതുപോലെ തലയാട്ടി അനുസരിക്കാവൻ. ആകാശം ഇടിഞ്ഞു വീണാലും ശരി, ശ്രേയയുടെ അരവിന്ദിന്റെ കല്യാണം നടക്കണം. ബാലനെന്താ ആലോചിക്കുന്നേ? നാളെ കൊണ്ട് എല്ലാത്തിനും ഒരു തീരുമാനമാവില്ലേ? ഞാൻ അതല്ല ആലോചിക്കുന്ന ഗോവിന്ദ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ 4 ചുവരുകൾക്കുള്ളിൽ നിൽക്കണം. അയൽക്കാരും നാട്ടുകാരും അറിയരുത്. ഈ വീട്ടിലെ പ്രശ്നങ്ങള് കരയോഗം വരെ എത്തരുതെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. ഒരിക്കൽ കരയോഗക്കാരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നതാ എനിക്ക്. അന്ന് ചാരുമോളാ എന്റെ അഭിമാനം കാത്തത്. അച്ഛാ, സോറി. അന്ന് അമ്മയുടെ വാക്ക് കേട്ടോണ്ട് ഞാൻ തെറ്റ് ചെയ്തു. ഇപ്പോ ആലോചിച്ചപ്പോഴാ മനസ്സിലാവുന്നത് ഞാൻ ചെയ്തത് വലിയ അപരാധമാണെന്ന്. അരവിന്ദേ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല.
ഞാൻ ആലോചിക്കാതെ എടുത്ത തീരുമാനം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത്. അച്ഛാ, നാളെ കരയോഗത്തിന്റെ മീറ്റിംഗില് ആ ചീഫ് എഞ്ചിനീയറെയും ശാന്തപ്പ മാമനെ ഒരു വഴിക്കാക്കിയിട്ടേ നമ്മൾ തിരിച്ചു വരൂ. അച്ഛൻ അവിടെ അഭിമാനത്തോടെ നിൽക്കാം. എന്റെ സംശയം അതല്ല. ആ കല്യാണ കത്തടിച്ച് അതിൽ മണ്ഡപത്തിന്റെ പേര് വരെ വെക്കാനുള്ള ധൈര്യം ആ പെണ്ണിന് എങ്ങനെ വന്നു എന്നാ? ആ ധൈര്യം ആര് കൊടുത്തതാ? ശാന്തപ്പനായിരിക്കും അതിന് പിന്നിലെന്നാ എനിക്ക് തോന്നുന്നു. ശാന്തപ്പ മാമൻ കൊടുത്ത ധൈര്യമല്ലാതെ വെച്ചാ അമ്മ കൊടുത്ത ധൈര്യമോ? എന്റെയും ശ്രേയുടെയും കല്യാണം നടത്തണമെന്നുള്ള വാശിയിലല്ലേ അമ്മയുടെ മാത്രം മകനാണ് ഞാനെന്നാ ചീഫ് എഞ്ചിനീയർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന ധൈര്യത്തിലാ നാട് മുഴുവൻ കല്യാണ ലെറ്റർ കൊടുക്കാൻ തുടങ്ങിയത്. കത്തിൽ എന്റെ പേര് പഠിച്ചിട്ടുണ്ട്. ചീഫ് എഞ്ചിനീയർ എന്ന അഹങ്കാരത്തിൽ ചെയ്തതാവും ആ പെണ്ണ്. ആ, നാളെ ഒരു തീരുമാനമാവുമല്ലോ. അവരവിടെ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും. ആ ചീഫ് എഞ്ചിനീയർ സ്വന്തം ജീവിതമാണ് ഹോമിച്ചു കളയുന്നെന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ബാലമ്മേ, നമുക്കെല്ലാവർക്കും ശ്രേയോട് ദേഷ്യ. ചെയ്തു കൂട്ടുന്ന തെറ്റുകള് അവളെ തന്നെ ബാധിക്കുന്നുള്ള കാര്യം ശ്രേയ ചിന്തിക്കുന്നില്ല. എന്നാ ബാലമാമൻ അത് ഓർത്തു. നമ്മുടെ ഒന്നും സഹതാപം ശ്രേയ അർഹിക്കുന്നില്ല ബാലമാമേ. നമ്മളെയൊക്കെ അപമാനിക്കാൻ അവസരം നോക്കി നിൽക്കുക. നാളത്തോടെ അത് അവസാനിക്കണം. ശ്രേയെക്കുറിച്ചോർത്ത് ബാലമാമൻ വിഷമിക്കണ്ട. ഉപ്പ് തിന്നവര് വെള്ളം കുടിച്ചേ മതിയാവും. ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. കരയോഗക്കാരുടെ മുന്നില് വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ മതി. നിശ്ചയം നടന്നത് നേരായ രീതിയിലല്ലെന്ന് കരയോഗക്കാർക്ക് മനസ്സിലായാല് പിന്നെ കല്യാണക്കത്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അതെ മോളെ, നാളെ എല്ലാം ഭംഗിയായി അവസാനിക്കട്ടെ. എന്നാ എല്ലാവരും പോയി കിടന്നോ, സമയം വൈകി. എല്ലാവർക്കും ധൈര്യം കൊടുത്തിട്ട് ബാലമാമൻ ടെൻഷനായിട്ടിരിക്കുന്ന എന്തിനാ? നാളെ നല്ലതേ നടക്കൂ. അതെ മോളെ, നല്ലത് നടക്കട്ടെ.